നമ്മൾ നമ്മളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ക്യാരക്ടർ, ബ്യൂട്ടി ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് മെഷർ ചെയ്തിട്ട് ഒരു യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുക നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ്. നേരെ മറിച്ച് ലെങ്ത്ത്, മാസ്, ടൈം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഒരു യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുക. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 2 ടൈപ്പ് ഉണ്ട്. ഡിറക്ഷൻ ഉള്ളതുണ്ട്, അതിനെ വെക്ടേഴ്സ് എന്നാണ് പറയുക. ഡിറക്ഷൻ ഇല്ലാത്തതുണ്ട്, അതിനെ നമ്മൾ സ്കേലാർസ് എന്നാണ് പറയുക. ഇപ്പം മാസ്, ലെങ്ത്ത്, ടൈം, ഡിസ്റ്റൻസ് ഇതിനൊന്നും ഡിറക്ഷൻ ഇല്ല. അങ്ങനെയുള്ളതൊക്കെ സ്കേലാർസ് ആണ്. പിന്നെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് ഇതിനൊക്കെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന് നമ്മൾ വെക്ടേഴ്സ് എന്നാണ് പറയുക. അതിൽ ഇപ്പോൾ വെക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആവണം, അതുപോലെ തന്നെ ഡിറക്ഷനും കോൺസ്റ്റൻ്റ് ആവണം. ഇനി വെക്ടേഴ്സ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ കാറിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ ഈ കാറിനകത്ത് 3 കൺട്രോൾസാണ് ഉള്ളത്. അതിലൊന്ന് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് വെച്ചിട്ട് വെലോസിറ്റിയുടെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഇതിൻ്റെ ആക്സിലറേറ്ററാണ്. അത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് കൂട്ടാൻ പറ്റും. പിന്നെയുള്ളത് ബ്രേക്കാണ്. ബ്രേക്ക് വെച്ചിട്ട് നമുക്ക് ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും.